കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ അടുത്ത യാത്ര ഈ വഴിയിലൂടെ ആക്കാം. കോതമംഗലത്ത് നിന്ന് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ കണ്ട് മൂന്നാറിലേക്ക്. വഴിയെ ചീയപ്പാറ വാട്ടർഫാൾസും വളര വാട്ടർഫാൾസും ഈ യാത്രയുടെ ഭംഗി കൂട്ടുന്നു. മൂന്നാറിലേക്കുള്ള സ്ഥിര റൂട്ടിൽ നിന്നും മാറി മച്ചിപ്ലാവിൽ നിന്നും കുറച്ച് മുന്നോട്ടായി ഇടത്തോട്ട് തിരിഞ്ഞ് മാൻകുളം വഴി അരുവികളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് ആനക്കുളത്തിലേക്ക് എത്താം. ആനക്കുളത്തിൻ്റെ സ്ഥിര അതിഥികളായ കാട്ടാനക്കൂട്ടം ഞങ്ങളുടെ യാത്രയിൽ ഭാഗമായിരുന്നില്ലെങ്കിൽ കൂടിയും ആ പ്രദേശം ഞങ്ങളുടെ മനം കവർന്നിരുന്നു. ആനക്കുളത്തിൽ നിന്ന് മടങ്ങും വഴി 6-ാം മൈലിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജും ശേഷമുള്ള 33 വാട്ടർഫാൾസും ഈ യാത്രയുടെ ഭാഗമാക്കാം. മടങ്ങും വഴിയെ 10 രൂപ എൻട്രി ഫീസ് നൽകി പ്രവേശിക്കാവുന്ന അതിമനോഹരമായ പെരുമ്പംകുത്ത് വാട്ടർഫാൾസ് ഈ യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഇടമാണ്. ഈ കാഴ്ചകൾക്ക് ശേഷം മാങ്കുളത്ത് നിന്നും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് യാത്ര തുടരണം. പച്ചപ്പ് വിരിച്ച് പ്രകൃതിയിലേക്ക് പടർന്നിറങ്ങിയ കോടമഞ്ഞ് നമ്മുടെ യാത്രയ്ക്കൊപ്പം കൂടിയതും തുടർ യാത്രയിൽ കോടമഞ്ഞ് പുതച്ച സുന്ദരമായ ഒരു സ്കൂളും പരിസരവും ഞങ്ങളുടെ മനം കവർന്നിരുന്നു. മൂന്നാറിലേക്ക് എത്തിയ ഞങ്ങളുടെ മുന്നിൽ പ്രകൃതി അതിമനോഹരിയായി ഞങ്ങളെയും പ്രതീക്ഷിച്ച് നിന്ന പോലെ തോന്നിയതിൽ അതിശയോക്തി തീരെയില്ല. കാരണം അപ്പോഴേക്കും കോടമഞ്ഞിനിടയിലൂടെ മഴത്തുള്ളികൾ മണ്ണിലേക്കും ഞങ്ങളുടെ മനസ്സിലേക്കും പെയ്തിറങ്ങിയിരുന്നു. പ്രകൃതിയുടെ എല്ലാ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞ ഈ യാത്ര മഴയുടെ കുളിർമയ്ക്കിടയിലെ ഒരു ചൂട് ചായയോട് കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു.